ഹലോ, ഒറിയോൺ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ കാർ പോർച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. താഴത്തെ തട്ടിൽ വെച്ചിരിക്കുന്നത് ഒരു ചൈനീസ് മണി പ്ലാന്റ് ആണ്. പിന്നെ വെച്ചിരിക്കുന്നത് സിൽവർ പോത്തോസ്, പിന്നെ വരുന്നത് സിങ്കോണിയാണ്. ഒരു നല്ല വൈറ്റ് ഗ്രീനും വരുന്ന ഒരു സിങ്കോണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ബ്ലാക്ക് സീസി ആണ്. അപ്പോൾ ഇതുപോലെ സെമി ഇൻഡോർ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് വേൾഡ് മാക്സ് ആണ്. വേൾഡ് മാക്സ് ഒക്കെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പം നനയ്ക്കേണ്ട പ്രശ്നമൊന്നും വരില്ല. പിന്നെ വെച്ചിരിക്കുന്നത് ഒരു എപ്പീഷ്യ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സാഗോ പാമിൻ്റെ ഒരു ബോൺസായി ആയിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇത് പിന്നെ ഡൂബിയ. ഈ റോയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് പോത്തോസ് വെറൈറ്റീസ് ആണ്. ഇത് എൻജോയ് പോത്തോസ്, പിന്നെ ഇതൊരു ഗ്രീൻ കളർ പോത്തോസ് ആണ്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഇത് പോൾക്ക ഡോട്ട് ബിഗോണിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ മിക്കൻസ്. ഇത് ഫിലോഡെൻഡ്രോൺ ഗ്രീൻ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ചില പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഈ പോത്തോസൊക്കെ നമ്മൾ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാവും. അതുപോലെ തന്നെ മുകളിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സും എല്ലാം വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നനയ്ക്കാൻ അത്രയും ഹൈറ്റിൽ നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വെക്കുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇത് മാർബിൾ പോത്തോസ്. ഇതുപോലെ ഒരു പോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിൽ പ്ലാന്റ് വെച്ചിട്ട് ചട്ടിയിൽ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ വെക്കാം. ഈ പ്ലാന്റിൻ്റെയൊക്കെ കുറച്ച് ചെറിയ തൈകൾ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. ആദ്യത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഇതായി കാണുന്ന സിങ്കോണിയാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 rupees, 30 രൂപയാണ്. അടുത്ത സിങ്കോണിയം വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളർ ഒരു സിങ്കോണിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും 30 rupees. അടുത്ത പ്ലാന്റ് ഇതായി കാണുന്ന ഒരു സിൽവർ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും 30 rupees ആണ്. ഇത് മോൺസ്റ്റർ അഡൻസോണിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ വെച്ച് വളർത്താവുന്നതാണ്. അതുപോലെ മണ്ണിലും വെച്ച് വളർത്താം. പിന്നൊരു ക്രീപ്പറായിട്ട് പോണ തരം പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 rupees, 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കലാത്തിയ മാരിയോൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസൊക്കെ വരുന്ന 3 പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്. ഇത് അഗ്ലോണിമ വൈറ്റ് ലക്കാച്ചിയാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. നല്ല ഗ്രീനും യെല്ലോവും ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. വൈറ്റ് ലക്കാച്ചിയുടെ 2 സൈസുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് 280 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കുന്നത്. നല്ലൊരു വലിയ പ്ലാന്റ് ആണ്. ചെറിയ സൈസ് പ്ലാന്റ് ഒന്നുമല്ല. മദർ പ്ലാന്റ് പോലത്തെ പ്ലാന്റ് ആണ്. ഷൂട്ട് പൊട്ടാറൊക്കെ ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ്. 280 rupees. അതിൻ്റെ തന്നെ സെക്കൻഡ് പ്ലാന്റ് ആണ് ഇത്. ഇതിനും 280 രൂപ. അതിൻ്റെ അടുത്ത സൈസ് വരുന്നതാണ് ഇത്. ഇതിന് റേറ്റ് വരുന്നത് 250. ആ സൈസിൽ 2 പ്ലാന്റ് ഉള്ളൂ.
ഇത് അഗ്ലോണിമ ഡോണാകർമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. ഈ കുറച്ച് പോത്തോസ് വെറൈറ്റീസാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് വരുന്നത് ലെമൺ പോത്തോസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 ഷൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ്. ഇത് മാർബിൾ പോത്തോസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 റുപ്പീസ്. ഇത് എൻജോയ് പോത്തോസാണ്. ഇതിൻ്റെ റേറ്റും 30 രൂപ. ഇത് ഫിലോഡെൻഡ്രോൺ മിക്കൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസ്, 20 രൂപ. അടുത്തത് സിൽവർ പോത്തോസാണ്. അപ്പോൾ ഈ കാണുന്ന സിൽവർ പോത്തോസ്, ഇത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിൽവർ പോത്തോസാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ തൈ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസ് വരുന്ന പ്ലാന്റാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസ്, 60 രൂപയാണ് വരുന്നത്. നല്ല ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നല്ല ഭംഗിയിലുണ്ടാകുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന ഒരു ബിഗോണിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസ്. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് ബോർഡറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. യെല്ലോയും ഗ്രീനും ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ്, 40 രൂപയാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഇതുപോലെ ചട്ടിയിലും സെറ്റ് ചെയ്യാം, അതുപോലെ ബോർഡർ വെക്കാനായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് ബേൾമാക്സിൻ്റെ ചെറിയ തൈയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. ഇതൊരു ഗ്രീൻ അഗ്ലോണിമയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. ഇത് ജിഞ്ചർ കലാത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ്, 40 രൂപ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. വലിയ ചെടിയും വലിയ ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സാണ്.